ഗൈസ്, കണ്ടില്ലേ? വയനാടൻ കാട്ടിലെ ഒരു മസാജ് സെന്ററാണ്. നടത്തുന്നത് ആരെന്നറിയോ? നമ്മുടെ സാക്ഷാൽ പടയപ്പയുടെ ഗേൾഫ്രണ്ട് കുറുമ്പി. വർഗഭേദമില്ലാതെ എല്ലാവരും വരാറുണ്ട്. നോക്കൂ, തൊലിക്കെട്ടി കൂടുതലുള്ള കണ്ടാമൃഗം തന്നെ എക്സാമ്പിൾ. മസാജ് ഏൽക്കുമ്പോൾ എന്തോ സംശയമാണ്. നമ്മുടെ മുതലച്ചേട്ടന് ചെറിയൊരു പേശിവേദന. ഇന്നലെ പെരുമ്പാമ്പുമായി ഒരു മൽപ്പിടുത്തം നടന്നു. കുറുമ്പി ചേച്ചിയുടെ അടുത്ത് വന്നിരിക്കുക. ആളും തരവും നോക്കി ചേച്ചിക്ക് മസാജ് ചെയ്യാൻ അറിയാം. മെല്ലെ മൃദുവായി ഒന്ന് സുഖിപ്പിച്ച് തന്നെ വിടും. കാട്ടിയമ്മക്ക് നല്ല പുറം വേദന. കഴിഞ്ഞ ആഴ്ച തലനാരിഴയ്ക്ക പുലിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനിയും കുറെ പെറ്റുപെരുകാനുള്ളതാ. ചെറിയൊരു ദേഹരക്ഷ, അല്ലാതെ ചുമ്മാ മസാജ് ചെയ്യാൻ വന്നതല്ല. ഇനി നമ്മുടെ ഹിപ്പോ ചേട്ടനാണ്. എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ടോ എന്തോ ശരീരമാകെ ഒരു മരവിപ്പ് എന്നാണ് കുറുമ്പി ചേച്ചിയോട് പറഞ്ഞത്. ആള് പുലിയാണെങ്കിലും ഇത്തരം കാര്യത്തിന് കുറുമ്പി ചേച്ചി തന്നെ വേണം. പക്ഷെ കുറുമ്പി ചേച്ചി ഒരു ധൈര്യത്തിന് റൈനോ ചേട്ടനെയും മുതല അണ്ണനെയും അടുത്ത് തന്നെ നിർത്തിയിട്ടുണ്ട്. ആള് പുലിയാണെന്ന് അറിയാം, പെട്ടെന്ന് ഭാവം മാറിയാലോ. കണ്ടില്ലേ, വളഞ്ഞു പൊളിഞ്ഞു നടന്ന അങ്ങോരെ നേരെ കിടത്തി ചികിത്സിക്കുന്നത്. അതാണ് കുറുമ്പി ചേച്ചി. എങ്ങനെ മസാജ് ചെയ്യണമെന്ന് നല്ലോണം അറിയാം. മുതല അണ്ണൻ നേരത്തെ വന്ന് പോയത് കണ്ടതല്ലേ? രണ്ടുപേരും നന്നായി ഗുസ്തി കൂടിയിരുന്നു. അതാ ഇങ്ങനെ ആയത്. വല്ലാത്തൊരു മുരൾച്ചയല്ലേ ആ കേൾക്കുന്നത്? ഷേർഖാനാണോ? അതെ, ഷേർഖാൻ തന്നെ. പക്ഷേ നമ്മുടെ പന്നിച്ചേട്ടൻ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. കുറുമ്പി ചേച്ചിയുടെ മസാജ് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് മയങ്ങിയോ എന്ന് സംശയം. ഇല്ല, ചാൻസ് ഇല്ല. ടൈഗർ അല്ലേ, ഓടാതിരിക്കുമോ? അതും ഒന്നല്ല, രണ്ടാളുമുണ്ടേ. കരടിച്ചേട്ടൻ ഇന്നലെ തേൻ മോഷ്ടിക്കാൻ കാട്ടിൽ പോയതാ. അപ്പോൾ ചെറുതായി ഒന്ന് വീണു. ഇതാരാണെന്ന് നോക്കിയേ. കരിമ്പുലിച്ചേട്ടനും വന്നത് കുറുമ്പി ചേച്ചിയുടെ മസാജ് എങ്ങനെയെന്നറിയാനാ. ഇതാ വന്നല്ലോ പടയപ്പ. ഇനി ആ വഴി കാരും വരില്ല. ഇനി അവരുടെ സമയമാ. അങ്ങൊരു പോകുന്നതുവരെ കുറുമ്പി ചേച്ചി ആരെയും അടുപ്പിക്കാറില്ല എന്നാണ് കേട്ടത്. നിങ്ങൾക്ക് കുറുമ്പി ചേച്ചിയുടെ മസാജ് വേണോ? ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. മറക്കരുത്.